Hi guys, good morning. Welcome to our new vlog. ഞങ്ങൾ ആക്ച്വലി en route to ബാംഗ്ലൂർ ആണ്. കുറച്ചധികം ഫുഡ് വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രിപ്പാണ്. ഓൾറെഡി കയ്യിലുണ്ട്. സോ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ ആക്ച്വലി ഈ ജാനുവരി ഓൾമോസ്റ്റ് ആ ഫസ്റ്റ് ഹാഫ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ആൻഡ് ഇപ്പോഴും നമ്മൾ വന്നപ്പോഴും ഞാനും ജെഫറും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് തോന്നി. എല്ലാവരും അവരവരുടെ കമന്റ്സ് അഭിപ്രായം കമന്റ്സ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തണം. കാരണം ഇത് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ആണ്. കാരണം ഭയങ്കര ഒരു എന്താ പറയുക 2025 തുടക്കം കംപ്ലീറ്റ് നെഗറ്റീവ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വളരെ എല്ലാം ചെറുതല്ല, ഫുൾ നെഗറ്റീവ് ആയിട്ടാണ്. അത് ചെറിയ കാര്യങ്ങൾ തൊട്ട് ഭയങ്കര സീരിയസ് ഇഷ്യൂസ് വരെ ഉണ്ട്. സാധാരണ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങള് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കാണും. പക്ഷെ ഇത്തവണ ഇനി ഞങ്ങളുടെ ന്യൂസ് ഞങ്ങൾ കേൾക്കുന്നത് അങ്ങനെയാണോ എന്താണെന്നൊന്നും അറിയില്ല അല്ലെ. ചിലപ്പോ നമ്മള് കേൾക്കണേന്റെ പോസിറ്റീവ് കാണുമായിരിക്കാം. അത് പക്ഷെ അത്ര ന്യൂസേ വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ട് പോസിറ്റീവ് ആർക്ക് ന്യൂസ് ആയി കൊടുക്കുന്ന ഇഷ്ടമല്ല, താല്പര്യമില്ല. എല്ലാവർക്കും കേൾക്കാനും ആൾക്കാർക്ക് താല്പര്യമില്ല. എല്ലാവർക്കും വയലൻസ്, ക്രൈം അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത്. സോ കുറച്ചധികം കാര്യങ്ങൾ കേട്ടു. സോ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടാണ്. എസ്പെഷ്യലി എനിക്ക് ഒരു ഇൻസിഡന്റ് ആണ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അതിനെ കുറിച്ച് പറയാം. എനിക്ക് നമുക്ക് ഏറ്റവും സീരിയസ് ഇഷ്യൂല് ഞങ്ങൾ കേട്ടതിൽ തൊട്ട് നമുക്ക് ഏറ്റവും സീരിയസ്നെസ് അത്രയും കൊടുക്കേണ്ടാത്ത ഇഷ്യൂലേക്ക് വരെ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഏറ്റവും ഓബിയസ്ലി നമ്പർ 1 എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളത് മറ്റേ ഗ്രീഷ്മ കൊലക്കേസാണ്. അത് നമ്മൾ ആക്ച്വലി ഭയങ്കര ഷോക്ക്. അതിന്റെ ഡീറ്റെയിൽസ് വെളി വരുന്നവരും കാരണം ഇതുപോലത്തെ ഒരു ക്രോണിക് ബാച്ചിലേഴ്സിനൊക്കെ കെട്ടേണ്ട പേടിയായിട്ട് ഇരിക്കുവാണ്. സത്യമായിട്ട് ഇപ്പൊ പറയരുത് കേട്ടോ. ഡേറ്റിന് പോകാൻ പേടിയാണ്. എന്തെങ്കിലും പറ്റുമോ ചെയ്താലോ. എനിക്ക് പേടിയൊന്നുമില്ല. ആർക്കും പേടിയില്ല. ഇത്രയും നേരം ഇരുന്ന് കത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം പറയാൻ പേടിയില്ല. ഞാൻ വെള്ളം പോലും കുടിക്കാറില്ല ഡേറ്റിന് പോയി കഴിഞ്ഞാ. ഞാൻ ഡെയിലി ഡേറ്റിന് പോയിക്കൊണ്ടിരിക്കുക. അല്ല പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അൺപാർഡണബിൾ ആയിരുന്നു. അപ്പൊ അത് എത്ര ട്രസ്റ്റ് ആയിരിക്കും അല്ലേ ഒന്ന് ആലോചിക്കാറ്. അത് ട്രസ്റ്റ് ഭയങ്കര ഓബിയസ്ലി. കാരണം അവര് നമുക്ക് റൂമേഴ്സ് ആണ്. അല്ലാതെ ഞാൻ പറഞ്ഞില്ല അവരവരുടെ കാര്യങ്ങൾ കമന്റ് ചെയ്യാ. പക്ഷെ ഞങ്ങൾ കേട്ടത് വെച്ച് ആ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പയ്യനെ കൊച്ചിനെ പെണ്ണ് അത് തന്നെ ആ പെണ്ണ് ഇതുപോലെ കല്യാണമൊക്കെ കഴിച്ചിരുന്നു അല്ലെ. താലിയൊക്കെ കെട്ടിയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മറ്റേ റിലേഷൻഷിപ്പ് സെക്ഷൽ റിലേഷൻഷിപ്പ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തതൊക്കെ പറയുമ്പോ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് ഭയങ്കര വേഴ്സ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഈ പയ്യൻ ആശുപത്രിയിലായല്ലോ. ആശുപത്രിയിലായപ്പോ ഭയങ്കര പെയിനും സഫറിംഗ് ഒക്കെ ആയിരുന്നു. മരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടായിരുന്നു. എന്നിട്ട് ഈ പയ്യന്റെ വീട്ടുകാരാന്ന് തോന്നുന്നു ഈ പെണ്ണിനെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ. വിളിച്ചു ചോദിച്ചു. അപ്പോഴെങ്കിലും റിവീൽ ആ ദേഷ്യത്തിൽ ചെയ്താണ് ഇതുപോലെ കൊടുത്ത പോയ്സന്റെ പേര് വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്. കാരണം ഇത് ആദ്യമൊക്കെ ചെക്ക് ചെയ്തപ്പോ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ അത്രയും ക്രൂരതയോടെ ചെയ്ത ഒരു ക്രൈമിലാണ് തുടങ്ങിയത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുകയും ചെയ്തല്ലേ. ഏതോ ഭയങ്കര സിമ്പിൾ ആയിട്ട് പുള്ളിക്കാരത്ത് ചെയ്തത്. ഒരു ഇതും ഇല്ലാതെ അവനെ വിശ്വസിപ്പിച്ച്. എല്ലാവരും അങ്ങനെയാന്നല്ല, പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ. ഉണ്ട് പെണ്ണുങ്ങളില്. കാരണം നമ്മൾ സാധാരണ ഓബിയസ്ലി 90% ചിലപ്പോ ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൺ ആയിരിക്കും വരുന്നത്. അതും ഞാൻ കേട്ടു. ഈ കൊൽക്കട്ട റേപ്പ് കേസിനെ കുറിച്ച് കേട്ടായിരുന്നോ? ഡോക്ടറിനെ അതൊക്കെ എന്താ അല്ലേ നമ്മുടെ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സ്കേറി ലിവിംഗ് ഇൻ ഇന്ത്യ എന്നാ സത്യം പറയുന്നത്. ആണാണെങ്കിൽ ഓബിയസ്ലി ഇറ്റ്സ് മച്ച് ബെറ്റർ. പക്ഷെ പെണ്ണുങ്ങൾ അത് ഞാൻ കേട്ടത് ഇതിപ്പം ഭയങ്കര വയലന്റ് ആണ്. ഞാൻ ജസ്റ്റ് പറയുന്നത് ആ പെണ്ണിന്റെ മരിച്ചുപോയ ഡോക്ടറിന്റെ കാല് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആയിരുന്നു. കണ്ണില്ലേ, കണ്ണ് ബ്ലീഡിങ് ആയിരുന്നു കുത്തിപ്പൊട്ടിച്ചിട്ട്. കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് സെക്സ് ദാരിദ്ര്യമാണ്. അല്ല എനിക്ക് തോന്നുന്നു സൈക്കോ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സബ്സ്റ്റൻസിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത. ബട്ട് എക്സ്ട്രീം ക്രൈമിലാണ് നമ്മൾ ഇതൊക്കെ കണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം പുറത്ത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇത്രയും വയലൻസ് കാണുന്നു. അല്ലെങ്കിൽ അതുപോലെ മറ്റേ നമ്മൾ ഈ അമേരിക്കൻ സിനിമയിലൊക്കെ കേൾക്കില്ല സീരിയൽ കില്ലേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലെ ഭൂരിപക്ഷ സീരിയൽ കില്ലേഴ്സിനെ കാട്ടി വേഴ്സ് ആൾക്കാരാണ്. സെക്സ് ചെയ്യുമ്പോ അവർക്ക് അതിന്റെ കൂടെ ഒരു ഇത് ചെയ്യണത് തോന്നുന്നത്. അത് ഭയങ്കര നമുക്ക് കാരണം ഒരു ഇമാജിൻ പോലും അല്ലെങ്കിൽ കേട്ടറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്
ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് രണ്ടിലും ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഇതിലാണ് ടോപ്പിക് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വളരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് അഭിപ്രായമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയത് ഒരു കുട്ടി അധ്യാപകനെ ത്രെട്ടൻ ചെയ്ത വീഡിയോ വൈറലായിട്ടുണ്ടല്ലോ. അത് ആ വീഡിയോ കണ്ടോന്നറിയില്ല. അതിന്റെ സബ്സ്റ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇങ്ങനെ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ വിളിച്ച് ഫോൺ ഉണ്ടായിരുന്നു. സോ ഫോൺ കയ്യിലുണ്ടായതുകൊണ്ട് സീസ് ചെയ്തതുകൊണ്ട് ഫോൺ മേടിക്കാൻ വേണ്ടിട്ട് ചെറുക്കം വന്ന് പയ്യൻ എനിക്കൊന്നും ഒരു 7th കണ്ടാന്ന് തോന്നുന്നു. 7th 8th കണ്ടാന്ന് തോന്നുന്നു. എന്നിട്ട് വേറൊരു സാർ അത് വീഡിയോ എടുക്കുന്നുണ്ട്. പ്രിൻസിപ്പൾ ഉണ്ട്, പയ്യനുണ്ട്, ഒരു സാർ വീഡിയോ എടുക്കുന്നുണ്ട്. ആ പയ്യൻ എന്നിട്ട് ഈ പ്രിൻസിപ്പളിനെ അല്ല പ്രിൻസിപ്പളിനെ കുറെ പറഞ്ഞു ഭാര്യക്ക് മൊബൈൽ ഇതാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവസാനപ്പോഴത്തേക്കും മറ്റേ ആ വീഡിയോ എടുക്കുന്ന സാറിന്റെ അടുത്ത് നേരെ എടുത്തു വന്ന് തട്ടു അങ്ങോട്ടൊക്കെ ചെയ്തു. പറഞ്ഞല്ലോ കൊന്നുകളയും, നീ പുറത്തിറങ്ങി വേണം കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് അവസാനം അവന്റെ ആ സാറിന്റെ അടുത്തേക്ക് വേണ്ടി ചെല്ലണതും വീഡിയോ കണ്ടു കാണും എല്ലാവരും. കാരണം സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എഫക്ട് ആവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളും ഇതുപോലെ ഇപ്പൊ ഒരു യങ് ബോയുടെ അച്ഛനാണ്, ഇന്നത്തെ സൊസൈറ്റിയിൽ ലീവ് ചെയ്യുമ്പോ എങ്ങനെ വരും എന്നാണ്. പക്ഷെ ഇതില് ജെഫിന്റെ എന്താ പറഞ്ഞുള്ളത് എനിക്കെന്ന് പറയുമ്പോ നമ്മളെയൊക്കെ പണ്ട് ചെറുപ്പത്തിലേക്ക് തല്ലി തന്നെ പഠിപ്പിച്ചത്. പലർക്കും പല അഭിപ്രായങ്ങൾ കാണും, പലതും കാണും. പക്ഷെ എന്റെ ഒരു ഇതില് നമുക്ക് ടീച്ചറിനോടുള്ള ബഹുമാനം എന്നൊക്കെ പറയുമ്പോ അവര് നമ്മളെ ഒരു പേടി എന്തായാലും ഉണ്ടാവും. ആ പേടി കൊണ്ട് തന്നെ റെസ്പെക്ട് വരുന്നത്. അപ്പൊ ആ സമയത്താണ് നമ്മൾ നല്ല സ്വഭാവങ്ങളൊക്കെ പഠിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കുറെ ഫ്രീഡം ആ സമയത്ത് തന്നെ കുറെ ഫ്രീഡം കാണിച്ച് പിള്ളേരെ തല്ലാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കാട്ടങ്ങളൊക്കെ അവർ ഇപ്പോഴും കാണിക്കും. അത് പണ്ട് പക്ഷെ അത്ര ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? അല്ല, അത് എന്താന്ന് പറയാ, എനിക്ക് ഈ പോയിന്റിൽ ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ടീച്ചർ ഒരിക്കലും ഫ്രണ്ട് ആവരുത്, പാരന്റ്സ് ഫ്രണ്ട് ആവരുത് എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് സ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. അവർ അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യണം. സ്റ്റുഡൻസും അതുപോലെ റെസ്പെക്റ്റിലോടെ തന്നെ ട്രീറ്റ് ചെയ്യണം. നമുക്ക് ടീച്ചറിനോട് ഒരു പേടിയുള്ള ഒരു റെസ്പെക്ട് വേണം, എങ്കിലാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ. എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നുന്നു. പക്ഷെ ഒരുപാട് പേര് പറയും അങ്ങനെ എല്ലാ ചിൽഡ്രന്റെ കൂടെ ഒഴുകി മോഡേൺ ടീച്ചിങ് എന്നൊക്കെ പറയും. ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഇപ്പൊ എന്തോരാണ് റീലില് മറ്റേ ഈ ടീച്ചർമാരെ പിള്ളേരെ തല്ലണത് വീഡിയോയിൽ എടുത്തിട്ട് മറ്റേ സങ്കടത്തിന്റെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇത് പിള്ളേരെ തല്ലിക്കൊല്ലണ കണ്ടില്ലേ. ഇതിന്റെ അപ്പുറം മേടിച്ചിട്ടുണ്ട് ഞാനൊക്കെ. ഞാൻ കുവൈറ്റിലായിട്ടാണെങ്കിൽ പോലും നമ്മളെ ഇത്രയും ജെഫ്രണ്ട് അത്രയൊന്നും അടിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും കൈ നീട്ടി സ്കെയിൽ അടിക്കുക. ഇവിടെ പിച്ചലുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ അടിക്കലും അതൊന്നും ഇല്ല. ഒന്നില്ലെങ്കിൽ പാമ്പിലടിക്കും, അല്ലെങ്കിൽ ഇവിടെ പിച്ച്. പക്ഷെ ഞാൻ എന്നൊക്കെ പറയുന്നത് മലയാളം ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അറിയാലോ, നല്ല അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് റൂമിൽ വിളിച്ച് മറ്റേ വരുത്തിയിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്മൾ അടിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഓക്കെ, അത് കൂടുതലാണെങ്കിലും നമുക്കൊരു പേടി റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിയ അലമ്പിലൊന്നും പോയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എനിക്ക് സത്യമായിട്ട് അതുകൊണ്ടാണ് റെസ്പെക്ട് എന്തായാലും വേണം. പക്ഷെ ആ പോയിന്റ് ഓക്കെ. പക്ഷെ ഇതിൽ ഞാൻ ടോട്ടലി എഗെയിൻസ്റ്റ് ആവുന്ന എത്രയാണെന്നറിയോ? ഇതിലും ഞാൻ ഇന്റർനെറ്റിൽ പല അഭിപ്രായം കണ്ടു. പക്ഷെ ഞാനും എഗെയിൻസ്റ്റ് ആവുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ സൗണ്ടാണ് വേദു എന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇങ്ങനെ പറയുന്ന പിള്ളേര് ഈ ഇവിടെ ആദ്യമായിട്ടൊന്നല്ല, എനിക്കത് പണ്ടും അതിന് മുമ്പും ആൾക്കാരൊക്കെ ടീച്ചേഴ്സിനായിട്ട് തെറി ഉണ്ടായിട്ട് ഉണ്ടും തള്ളുവരെ ഉണ്ട്. പക്ഷെ റയറാണ്. അതല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും ആ ടീച്ചർ ആ കുട്ടിയുടെ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. അത് ഭയങ്കര തെറ്റ്. ഇപ്പൊ ഞാൻ എന്റെ മോനെ സ്കൂളിൽ വിടുന്നത് അവന്റെ പ്രൈവസിയും അവൻ അവിടെ സേഫ് ആയിട്ട് ഇരിക്കും എന്നുള്ളൊരു രീതി തന്നെയാണ്. ഓക്കെ, അതിനുവേണ്ടി അവർക്ക് CCTV വെക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പോലീസിനെ വരെ വിളിക്കാം. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാള് ആരാണെങ്കിലും ഈ ഇൻസ്റ്റിഗേറ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടായിരിക്കുമ്പോൾ അയാളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വയലന്റ് ആവും. അത് നേരെ അവിടെ CCTV ഇല്ല, ഇവർക്കൊരു തെളിവ് വേണം. ഇപ്പൊ നമ്മുടെ കാലത്തും പാരന്റ്സും അല്ല കുട്ടികളും ടീച്ചറും നമ്മളുണ്ടാകുമ്പോൾ അന്നും തെളിവൊന്നും ഇതൊന്നും അല്ലല്ലോ. അത് ടീച്ചറിന്റെ വാക്കിന് വിശ്വാസം ഉണ്ടല്ലോ. അന്നേരം വേറൊരു ആരുണ്ട്, പിള്ളേര് ഇത്ര ഒരു ഇത് കാണിക്കൂലായിരുന്നു. പക്ഷെ പണ്ടേ കോളേജിലൊക്കെ സ്കൂളിലാണെങ്കിലും എന്തോരം അടി ഉണ്ടായിട്ടുണ്ട്, കുത്തിക്കൊല്ല് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് സ്കൂളിൽ ഈ കൊച്ചിന്റെ ഇതൊന്നും ആലോചിച്ചു. പക്ഷെ ഇതിലിപ്പോ എന്താ പറ്റിയെന്നറിയോ? ഇതില് ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്തു, ഇത് ലോകം മൊത്തം കണ്ടു. ഇനിയിപ്പോ ആ പയ്യന്റെ എന്തൊക്കെ പറഞ്ഞാലും അറിയാവുന്ന നെയ്ബർ, ഇപ്പൊ നമുക്ക് ആ പയ്യൻ ആരാ എന്താന്ന് എവിടെയാന്നൊന്നും അറിയില്ല. പക്ഷെ ആ പയ്യൻ അറിയാവുന്ന നെയ്ബർഹുഡിൽ എന്തായാലും ഇത് കണ്ടു കാണും. അവൻ ഇതൊരു മാനസിക സ്കാറായി മാറും, റിവെഞ്ച് ആയിട്ട് മാറും. കാരണം ഇപ്പം ആസ് ഓഫ് നൗ ലേറ്റസ്റ്റ് ന്യൂസ് വന്നത്, അവൻ സോറി പറഞ്ഞു, അവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ സോറി പറഞ്ഞു, ടീച്ചറായിട്ട് സോറി പറഞ്ഞു, ടീച്ചറിനും കുഴപ്പമില്ലാതെ. പക്ഷെ അവന് പറ്റിയ ഡാമേജ് ഭയങ്കരമല്ലേ. ഇപ്പൊ ഫുള്ള് ഇങ്ങനെ വൈറലായിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുവാണ്. അപ്പൊ അവനെപ്പോഴും ആ ഒരു സൊസൈറ്റി അവനെ അങ്ങനെ കാണുള്ളൂ. അവന്റെ പാരന്റ്സ് തൊട്ടായിരിക്കും. ഓബ്വിയസ്ലി അവന്റെ സൈഡിൽ ഫുൾ തെറ്റാണ്.
പക്ഷെ ഒരു ടീച്ചറും പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ സ്കൂൾ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് കൂടെ തന്നെ ക്യാരക്ടർ ബിൽഡിങ്ങും അല്ലെങ്കിൽ ഇങ്ങനത്തെ ത്രെട്ടും ഇതിപ്പം എല്ലാം ഡീൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് സ്കൂൾ ആവുന്നുള്ളൂ. അവന്റെ തെറ്റാന്ന് അവന് മാത്രം അത് തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ആ സ്കൂളിന്റെ എല്ലാം കാണും. പക്ഷെ ഓബിയസ്ലി ഒരിക്കലും ഒരു കുട്ടി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ വന്നാലും ഒരു വീഡിയോ എടുത്ത് ഇത് മറ്റേ ഈ എക്സ് ഗേൾ ഫ്രണ്ടിനോട് പണ്ട് നമ്മൾ കാണാറില്ല, എടുത്ത് റിവെഞ്ച് കാണിക്കുന്ന പോലെയാണ് ഇത്. ഈ സ്കൂൾ ടീച്ചർ പറയുന്നത് അവരെല്ലാം ലീക്ക് ചെയ്തേന്ന്. പക്ഷെ എന്തായാലും അവര് പറയുന്നത് അവരിത് വേറെ രണ്ടുപേർക്ക് എന്തോ അയച്ചു കൊടുത്തു. ഒന്ന് PTA ഹെഡിനും പിന്നെ വേറെ ഈ കുട്ടിയുടെ പാരന്റ്സിനും. എന്തായാലും പാരന്റ്സ് ലീക്ക് ചെയ്യില്ലല്ലോ. പാരന്റ്സ് എന്തായാലും ലീക്ക് ചെയ്യാൻ പോണില്ല. പക്ഷെ ആര് ലീക്ക് ചെയ്താലും ഇല്ലെങ്കിലും അല്ല വിഷയം. ഇങ്ങനെ വീഡിയോ എടുത്ത് ആ കുട്ടീനെ കൂടുതൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനും പാടില്ലായിരുന്നു. പ്രൂഫിന് വേണ്ടി ആണെങ്കിൽ പോലും സെക്കൻഡ്ലി ആ വീഡിയോ ഒരിക്കലും വെളിയിൽ വരാൻ പാടില്ലായിരുന്നു. സോ 100% എനിക്ക് ഇതില് കുട്ടി കുറ്റം ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി അത് ഞാൻ ഇപ്പോഴാട്ടെ ചിന്തിക്കണത്. അത് ഭയങ്കര തെറ്റാണ്. കാരണം കുട്ടിയുടെ സ്കാർഡ് ഫോർ ലൈഫ് ആയിരിക്കും. ചിലപ്പോ അവനെ ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും. അത് ചിലപ്പോ ടീച്ചറിനെ നമ്മളും ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ദേഷ്യം വന്നിട്ട്. അത് ഇമ്പോസിഷനിലോ അല്ലെങ്കിൽ ലാസ്റ്റ് എക്സ്ട്രാ ക്ലാസ്സിലോ ഒക്കെ നിന്നിട്ട് കാര്യങ്ങൾ തീരും. അത്രേ ഉള്ളൂയിരിക്കും മിക്കവാറും ഒരു കാര്യം. പക്ഷെ ഇനിയിപ്പോ ഈ കുട്ടി ഇത് പെർമനന്റ്ലി ഹേർട്ടായി എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ വെച്ച് പറയാം, ഇപ്പൊ വേദുവിന്റെ ഒരു വീഡിയോ അങ്ങനെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, അവൻ ചിലപ്പോ നല്ല കുട്ടിയായിരിക്കും ത്രൂ ഔട്ട്. ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ അവൻ അങ്ങനെയായി അതിനുള്ള പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതും കൊടുത്തോട്ടെ. പക്ഷെ അവന്റെ ബാക്കിയുള്ളവർ കാണേണ്ട ഇത് പബ്ലിക്സ് ആയിട്ട് മീഡിയ തൊട്ട് ന്യൂസ് ചാനൽസ് തൊട്ട് ഡിസ്കസ് ചെയ്ത് അവന്റെ ഫ്യൂച്ചർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുട്ടി അതും 7th 6th പഠിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ 6th 7th 10th എന്തെങ്കിലും ആയിക്കോട്ടെ, സ്കൂൾ കുട്ടിയാണല്ലോ. അതൊരു ഭയങ്കര റോങ് ആയിട്ടാണ് എനിക്കത് പേഴ്സണലി തോന്നിയത്. അത് കാരണം ഞാനതിപ്പോ ദിലു പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി വേദിന്റെ കാര്യമാണ് ഓർത്തത്. അത് വന്നപ്പോഴേ ഇങ്ങനെ ഒരാള് വീഡിയോ എടുത്തൊന്ന് ആലോചിച്ച് നോക്ക്, ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അത് പബ്ലിഷ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. അത് അവർക്ക് തന്നെ അവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ പോലീസിനെ വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പാരന്റ്സിനെ വിളിക്കുക, സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യോ അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കുമോ. ഇത് കുഴപ്പമില്ല, നിങ്ങൾ ഒരു തവണ പറ്റിയ മിസ്റ്റേക്ക് അല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പയ്യൻ ഡ്രഗ് അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള റീഹാബിലിറ്റേഷനോ കറക്ഷൻ കൊടുക്കുക. അല്ലാതെ ഇവന്റെ സൊസൈറ്റിയിൽ ഒരു ക്രിമിനൽ ഒരു ഔട്ട്കാസ്റ്റ് ആക്കി അല്ലല്ലോ കാണിക്കേണ്ടത്. ഇപ്പൊ ഒരു ജയിലിൽ ഇടുന്ന ആളുടെ ഉദ്ദേശം തന്നെ അയാൾ അവിടെ ഇറങ്ങുമ്പോ നന്നാക്കാനുള്ളതാണ്. അല്ലാതെ അവിടെ ഇട്ട് കൂടുതൽ ക്രിമിനൽ ആക്കാനല്ല നോക്കുന്നത് ഒരു ജയിലിനെയും പോളിസി. സോ അത് 100% ഞാൻ ആ ടീച്ചറിന് അഗെയിൻസ്റ്റ് തന്നെയാണ് ഇത് ചെയ്ത. സ്കൂളും ആ ടീച്ചറിന് അഗെയിൻസ്റ്റ് തന്നെയാണ് ചെയ്തത്. അത് വളരെ മോശമാണ്. പറഞ്ഞൊരു ബന്ധുവിന് നെഗറ്റീവ് അല്ല, നെഗറ്റീവ് മാത്രമേ. ഇത് ഒന്നാമത്തെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ന്യൂസ് നമ്മൾ കുറ്റം പറഞ്ഞല്ലേ. പക്ഷെ ഞാനും പഠിച്ച ജേർണലിസ്റ്റ്, അപ്പൊ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഇടുന്ന ഫുള്ള് ഇതാണ് ഈ മറ്റേ എന്താണ് വയലൻസ്, ക്രൈം, സെക്സ്. കാരണം ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ ഒരു നിലവാരമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം പ്രൈം മീഡിയയിലെ പ്രൈം അവർ ഡിസ്കഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും അല്ല. ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടി സീരിയസ് ക്രൈം ഒന്നും അല്ല ഇതൊന്നും. ആദ്യത്തെ ഒഴികെ ഇതൊന്നും അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബോച്ചയുടെ അതിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു. അത് ആക്ച്വലി എനിക്കൊരു ഇറലവന്റ് ന്യൂസ് മെറ്റീരിയൽ തന്നെയാണ്. ഒന്നും കിട്ടാത്ത പോലത്തെ. എന്നിട്ട് എല്ലാ ചാനലിലും ഇത് തന്നെ. എന്നിട്ട് ബാക്കിയുള്ളവർ വിളിച്ച് അവരെ ഡിബേറ്റ് ഒന്ന് ആലോചിക്കുക. ആസ് എ സൊസൈറ്റി നമ്മൾ കൺസേൺഡ് ആവുന്നത് ഇത് ഒരു കാര്യമാണെങ്കിൽ ഓബിയസ്ലി ഇറ്റ് ഇസ് എ ബാഡ് തിങ്, ഇറ്റ്സ് എ ക്രൈം. അത് കോടതി പോലീസ് അതോടെ തീർന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ അതിന് പകരം നമുക്ക് എന്തൂരം ഇപ്പൊ വേറെ ഡെവലപ്പ് സൊസൈറ്റീസ് ആണെങ്കിലും അങ്ങനത്തെ ആണെങ്കിലും വേറെ എന്തൂരം നല്ല കാര്യങ്ങളായിരിക്കും അവർക്ക് ഡിബേറ്റ്. പുതിയ AI ടെക്നോളജീസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ നല്ല നല്ല കാര്യങ്ങള്. കേരളത്തിലെ ന്യൂസ് നോക്കുകയാണെങ്കിൽ എങ്ങനെ ടൂറിസം കൂട്ടാം അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ എത്ര നല്ല നല്ല ആൾക്കാരുണ്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട്, നോളജബിൾ ആയിട്ട്. നോക്കുമ്പോഴത്തേക്ക് കണ്ടവര് തന്നെ ഇങ്ങനെ അടിയുണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ളവര്, സെൻസേഷണലിസം ക്രിയേറ്റ് ഉള്ളവരെ മാത്രമാണ് അത്. പക്ഷെ ഓബിയസ്ലി ന്യൂസ് ചാനലിനെ അല്ലെങ്കിൽ മീഡിയാസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് കാണാനാണ് ഇഷ്ടംമാതിരി ആൾക്കാർ. അവർ TRP അനുസരിച്ചായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അവർക്ക് ജീവിക്കട്ടെ. അതെ, എല്ലാവർക്കും ജീവിക്കണം. പക്ഷെ ആസ് എ സൊസൈറ്റി നമ്മൾ എന്തൂരം താന്ന് പോവാണെന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഈ സെയിം പറഞ്ഞോ അല്ല, ഈ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ബിസിനസ് ആണെങ്കിലും അവർ ചെയ്യുന്നെങ്കിലും കുറച്ചെങ്കിലും ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നല്ല ഡിബേറ്റ്സും നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് ഡിബേറ്റ് എന്തെങ്കിലും ചെയ്യാലോ. ഞാൻ പറയുന്നത് ഈ ഒരു നെഗറ്റീവ്
കാണാനുള്ള ട്രെൻഡ് ഇപ്പം ഈ ഇടയായിട്ട് കുറെ കൂടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ യൂട്യൂബിലും കണ്ടുവരുന്നത്. അതും എനിക്ക് പറയാനുണ്ട്. യൂട്യൂബില് ആക്ച്വലി ഇപ്പം നെഗറ്റിവിറ്റി ഇട്ടാലും അല്ലെങ്കിൽ അടി അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം പറച്ചില് അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് നെഗറ്റീവ് പറച്ചില് പരദൂഷണം പറച്ചില് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഗോസിപ്സ് സീരിയല് തന്നെ ഇത്ര യൂട്യൂബ് എല്ലാം ഇതുണ്ടായിട്ട് പോലെ സീരിയലൊക്കെ ഇപ്പൊ ഇത്ര ഹിറ്റ് ആയതിന്റെ റീസൺ എന്താ? സത്യം ഗോസിപ്സും ഇതൊക്കെ തന്നെയല്ലേ അത്. അതേ പറഞ്ഞ ഇപ്പം നമുക്ക് മറ്റേ ഒരു യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തല്ലോ, മണവാളം മീഡിയ എന്ന് പറഞ്ഞത്. അതും ആക്ച്വലി ഈ എന്തൊരു റോങ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഓക്കെ, ആദ്യം അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ അത് ഈ പുള്ളിക്കാരൻ എന്തോ ആരോ ഇടിച്ചു കൊല്ലാൻ നോക്കിന്നോ, അത് കഴിഞ്ഞിട്ട് പിള്ളേരെ ഇടിച്ചു കൊല്ലാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് ബൈക്കിൽ എന്തോ ഇടിച്ചിട്ടു, അത് കഴിഞ്ഞിട്ട് ഒളിവിൽ പോയി, ലുക്കൌട്ട് നോട്ടീസ് വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിടിച്ചു. ഇത് ഇവരൊക്കെ മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരാണ്. എന്നിട്ട് പിടിച്ചിട്ട് നമ്മളെന്താ ഓബിയസ്ലി നമ്മൾ ക്രൈം കമ്മിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു മീഡിയയുടെ മുമ്പിലും സ്റ്റേഷന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലൊക്കെ പെരുമാറേണ്ട ഒരു രീതിയും ഒരു ബേസിക് എത്തിക്സ് മോറലും ഉണ്ടല്ലോ. എല്ലാരും കാണുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു രീതി ഉണ്ടല്ലോ. ഇവിടെ വന്ന് മറ്റേ എന്റെ ഫ്രണ്ടില് റീൽ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ യോഗ കാണിക്കുന്നു. അപ്പൊ അവരതൊരു ഒരു വിഷയമല്ല, വെറും പുല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെറ്റപ്പാണ്. ഇതിപ്പോ പറയുമ്പോ പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും, കാരണം പലരും അവരുടെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പയ്യന്റെ ഒക്കെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കും 90%. അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ട് അവർക്കും ഇതൊക്കെ യോ ആണെന്നൊക്കെ തോന്നത്തുള്ളൂ. കാരണം ഇവന്റെ ഒരു ഹീറോയിസം പോലത്തെ സെറ്റപ്പ് ഇവൻ കാണിക്കണമല്ലോ, അന്ന് ഞങ്ങൾ കാണിച്ചിട്ട് കുഴപ്പം സെറ്റപ്പ് തന്നെ ആയിരിക്കുള്ളൂ. അതെ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഇത് എസ്പെഷ്യലി ഞാൻ കൂടെ നിൽക്കുന്ന ഫീൽഡ്, എന്റെ ചോറാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെയിൻ കാര്യം എനിക്കിപ്പോ പേഴ്സണലി തോന്നുന്നത് എന്താണെന്നറിയോ? ഭൂരിപക്ഷം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു റോങ് ടേം ആയിട്ട് തോന്നുന്നത്. കോണ്ടന്റ് ക്രിയേറ്റർ ഇസ് ഫൈൻ, പക്ഷെ ഇൻഫ്ലുവൻസർ ആവാനല്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. എനിക്കൊരു പേഴ്സണലി സൈഡ് ഇഫക്റ്റ് ആണത്. കാരണം നമ്മൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ഈവൻ ഇപ്പൊ ഒരു ആക്ടറിനാണെങ്കിൽ പോലും നമ്മളെ കാട്ടിയൊക്കെ ഒരു 100 മില്യൺ ടൈംസ് റീച്ച് ഉണ്ടെങ്കിലും അവരൊരു ആക്ടർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് അത് ഒട്ടും താല്പര്യം. ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ എനിക്ക് എന്താ പറയാ, എന്നെ അഡ്രസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. കണ്ടന്റ് ക്രിയേറ്റർ നമുക്ക് ഇഷ്ടത്തിലുള്ളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഫ്ലുവൻസ് ചെയ്യണ ഇതെടുത്ത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അത് പക്ഷെ ഭയങ്കര. അത് മാത്രമല്ല, നമുക്ക് എന്റെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യണം. എനിക്ക് ബേസിക്കലി അതാണ് എന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യണം. അത് ട്രാവൽ വഴിയാണെങ്കിലും ഫുഡ് വഴിയാണെങ്കിലും പോഡ്കാസ്റ്റ് വഴിയാണെങ്കിലും സംസാരം വഴിയാണെങ്കിലും ആൾക്കാരെ എന്റർടൈൻ ചെയ്യണം. ആ എന്റർടൈൻമെന്റിൽ കൂടെ എനിക്ക് എന്റെ വരുമാനം ഉണ്ടാക്കണം. അത് മാത്രമാണ് എന്റെ ഉദ്ദേശം. ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. അതെ, ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു റോങ് ടേം ആണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും, അത് ഈ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും, ഇപ്പം ഈ സക്സസ്ഫുൾ ആയിട്ടുള്ളവര് അവർ അർഹിക്കുന്നതിനെ കാട്ടി കൂടുതലായിട്ടുള്ള ഇൻകം ആണ് കിട്ടുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടായി തോന്നുന്നുണ്ട്. അതാ അവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്ഭുതമല്ല, ഇങ്ങനെ കണ്ണിങ്ങനെ മുഴിപ്പിച്ചു അവരുടെ ഇൻകം കാണുമ്പോഴേ, ആരുടെ ആണെങ്കിലും. കാരണം എനിക്ക് പേഴ്സണലി തോന്നുന്നു അതുകൊണ്ടാണ് ഈ വഴിതെറ്റി പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയറും എല്ലാം വരുന്നത്. കാരണം അർഹിക്കുന്നതിനെ കാട്ടി കൂടുതൽ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാല്, അതിപ്പോ ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടെയാണ് പറയുന്നത്, കിട്ടിയാല് അത് ഒരിക്കലും അത് ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒറ്റയടിക്ക് ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 99% ആൾക്കാർ ഇപ്പൊ പാപ്പരായിരിക്കും. അറിയാൻ പാടില്ലാത്തതും. പിന്നെ ഇതിപ്പോ നമ്മുടെ കാലത്ത് എന്താ, പണ്ടത്തെ കാലത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സൊസൈറ്റിയിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്, അൺടിൽ ദി സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരുന്നത് എന്താ, ആൾക്കാർ കഷ്ടപ്പെടും, പഠിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യും, വർഷങ്ങളുടെ ഒരു എഫേർട്ട് എടുത്ത് ഗ്രാജുവലി ഗ്രോ ചെയ്യും. വളരെ സേവിങ്സ് അല്ലെങ്കിൽ ബിസിനസ് കഷ്ടപ്പെട്ട് ഗ്രോ ചെയ്താണ് വരുന്നത്. അത് ഈവൻ ക്രിക്കറ്റേഴ്സ് ആയിരുന്നെങ്കിലും അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ആണെങ്കിലും, നമ്മുടെ ലാലേട്ടൻ മോഹൻലാലോ അല്ലെങ്കിൽ ഇപ്പത്തെ നിവിൻ ടൊവിൻ ആരാണെങ്കിലും വർഷങ്ങളുടെ എഫേർട്ട് എടുത്തെടുത്താണ് അവർക്ക് ഈ നിലയിൽ എത്തുന്നത്. സ്ട്രഗിൾസും ഒരുപാടുണ്ട്. അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ സ്ട്രഗിൾസും എല്ലാം ഉണ്ട്, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ
റിവാർഡ് വളരെ പെട്ടെന്നാണ് സക്സസ്ഫുൾ ആൾക്കാർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അത് ഓബ്വിയസ്ലി എല്ലാവരുടെയും ടാലന്റ് കൊണ്ട് മാത്രമല്ല, എസ്പെഷ്യലി ഈ യൂട്യൂബിലെ ഭാഗ്യവും പിന്നെ സാഹചര്യങ്ങളും എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഇതിലേക്ക് ഹിറ്റ് ആവുന്നത്. പിന്നെ ആൾക്കാരുടെ ഒരു ഇത് ഇവര് നോക്കും, ഇങ്ങനത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലത്തെ വേറെ ഏത് ഫീൽഡിലാണ് നെഗറ്റിവിറ്റി കൊണ്ട് നമുക്ക് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? അതിനെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ കോണ്ടന്റ് ക്രിയേഷനും ഈ ന്യൂസ് മീഡിയ അല്ലാതെ വേറെ ഏത് ഫീൽഡിൽ പറ്റും? അത് ആൾക്കാരുടെ മെയിൻ മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. അത് ആൾക്കാർ കാണും, എങ്ങനെയൊക്കെ വന്നാലും കാണും. അത് വെച്ചിട്ടാണ് ഇവര് കാശ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിട്ട് അതിന് ഇൻഫ്ലുവൻസ് എന്നും പറയുന്നു. അതെ, അത് ഇൻഫ്ലുവൻസ് പറയുന്നു. അത് കണ്ടിട്ട് ആക്ച്വലി ഇഷ്ടംമാതിരി ഫാമിലീസ് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സോ ഞാൻ ബേസിക്കലി പറയുന്നത് ഇതാണ്. ഈവൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇതിലാണെങ്കിലും അത് ഏത് രീതിയിലാണെങ്കിലും അർഹിക്കുന്നതിനും കാട്ടി കൂടുതൽ പൈസ വേഗം വരുന്നത് വളരെ ഡേഞ്ചറസ് തന്നെയാണ്. കാരണം അത് എല്ലാവർക്കും ചിലപ്പോൾ ഡീൽ ചെയ്യാൻ അറിയില്ല. ഈ ഇപ്പം ഒരു വളരെ സാധാരണയായിട്ട് കഷ്ടപ്പെട്ട ഫാമിലി പൈസ വരുന്ന എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വരുമ്പോഴോ അത് ആൾക്കാർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല. അത് കൈവിട്ടുള്ള പെരുമാറ്റമാവും. അത് എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള ഒരു പവർ പോലെയാവും. പിന്നെ അവർക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഹെഡ് വെയിറ്റ് വരാൻ സാധ്യതയുണ്ട്, ഈഗോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു സംഭവം, ഇപ്പൊ ഇങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി ഇത് പബ്ലിഷ് ചെയ്ത് അവർക്ക് കാശുണ്ടാക്കുമ്പോ പിന്നെ അതിന്റെ ഇന്റൻസ് കൂടുവായിരുന്നത് ഈ നെഗറ്റിവിറ്റി. ഇവരല്ല ഞാൻ പറയുന്നത്, നെഗറ്റിവിറ്റിയുടെ മാത്രമല്ല, ഈവൻ പോസിറ്റീവായിട്ട് കണ്ടന്റ് ചെയ്താൽ പോലും ഇത്രയും പെട്ടെന്ന് ഒരു പൈസ വരുമ്പോ മനസ്സിലായോ? കാരണം ഇപ്പൊ ഒരു സിനിമക്കാരനാണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമ്മളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇത് വരാൻ ചാൻസ് കുറവ്. പതുക്കെയാണ് വരുള്ളൂ. അതെ, സത്യം. ഇപ്പൊ വളർന്നവരെല്ലാരും അത് പറയേണ്ട കാര്യമുണ്ട്. അത് സത്യമാണ്. ഇപ്പൊ നമ്മുടെ ടോപ്പ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാലും പോസിറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർ കേട്ടോ. അല്ലാതെ ഞാൻ പറയുന്നത് നെഗറ്റീവും കുറ്റങ്ങളും അറിയാം. പോസിറ്റീവ് കണ്ടന്റ്സ് എടുത്ത് ചെയ്യുന്ന ആരാണെങ്കിലും അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നവരാണെങ്കിലും ഒറ്റയടിക്ക് വളർന്നവരല്ല. അതിന് ബാക്കില് അവർക്ക് ബാക്ക്ഗ്രൗണ്ട് കാണും. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ സുജിത് ഭക്തനാണെങ്കിലും പേളിമാണി ആണെങ്കിലും ഇവരൊക്കെ വർഷങ്ങളായി സ്ട്രഗിൾ ചെയ്ത് സിനിമ ആങ്കറിങ് അങ്ങനെ ചെയ്ത് വന്ന് വളർന്നവരാണ്. ആ സമയത്ത് ഈ വളരെ യങ് ജനറേഷനിലുള്ളവർക്ക് ഈ പെട്ടെന്ന് പൈസ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ രീതിയിൽ തന്നെ പോളൂ. കറക്റ്റ് ആണത്. സോ ഞാനും കൂടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് നമ്മളെല്ലാരും കൂടെ ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ഓബിയസ്ലി ഇറ്റ്സ് ഇറലെവന്റ്. കാരണം പൈസ അത്രയും കിട്ടിക്കഴിയുമ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ ഏത് ലെവലിലേക്കും പോകും. അവരായിട്ട് തന്നെ എന്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനും നോക്കും. അതുപോലെ തന്നെ ഈ ആദ്യമേ ഈ ദാരിദ്ര്യം പിടിച്ചു പറഞ്ഞു വന്ന ഫാമിലി ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അവരും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാക്കിയാണ്. ചിലപ്പോ ഇടയിൽ ഇഷ്യൂസ് കാണില്ല. നമുക്കറിയാവുന്ന ഇഷ്യൂസ് ഉണ്ടാക്കി അതിന്റെ ഒരു നെഗറ്റിവിറ്റിയിൽ ഫീഡ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. കാരണം ഇടയ്ക്ക് റീച്ച് കുറഞ്ഞു കഴിയുമ്പോ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിരിക്കും. അതെ, ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കാണണം. വേറെ കാര്യം, സന്തോഷിച്ചിരിക്കുന്ന ആർക്കും കാണാൻ ഇഷ്ടമല്ല. അല്ല, ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്കും ഇങ്ങനെ നെഗറ്റിവിറ്റി ഇടുമ്പോഴാണ് കുറച്ചിടയ്ക്ക് വ്യൂസ് വരുന്നത്. പക്ഷെ നമുക്ക് അതൊരു ഇതാക്കാൻ പറ്റില്ല. ഞാൻ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ ശരിക്കും നടക്കുന്നവരാണ്. നമുക്ക് ആ കൂടെ നെഗറ്റിവിറ്റി നടക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് മിസ്സാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇതാവും, അല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ പിന്നെ ഇവരെ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റക്ക് ആവും. എക്സസൈസിന്റെ കാര്യം പറഞ്ഞിട്ടുള്ള അടി. അങ്ങനെ ഏത് എക്സസൈസാ? ഞാനും പ്രിയം തമ്മില് അതല്ലേ പറയുന്നത്. ഞങ്ങൾക്ക് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അത് ഇടുമ്പോ പോലും ആൾക്കാർക്ക് അത് കാണാൻ കൂടുതൽ താല്പര്യവും ഇൻട്രസ്റ്റും ആണ്, അൺഫോർച്ചുനേറ്റ്ലി. മനസ്സിലായോ? അപ്പൊ അത് ഞങ്ങളുടെ കാര്യം പറഞ്ഞ. പക്ഷെ പൊതുവെ ഞാൻ പറഞ്ഞ പോലെ അർഹിക്കുന്നതിനും കാട്ടി കൂടുതൽ നമ്മുടെ ഈ ഒരു ഇൻഫ്ലുവൻസർ അല്ല കോണ്ടന്റ് ക്രിയേറ്റിംഗ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നത് വളരെ ഒരു ഡേഞ്ചർ ആണ്. പക്ഷെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം മാറുന്നതനുസരിച്ച് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുവാണ്. സോ അത് വളരെ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളും കൂടെ നിൽക്കുന്ന ഒരു ഫീൽഡ് ആണല്ലോ. സോ അത് അങ്ങനെ ഒരു അതും നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ. അതേപോലെ നമ്മൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ആ കൂടെ കുറച്ച് നല്ല പുള്ളി പറഞ്ഞ പോലെ പ്രാങ്ക് ചെയ്യല ആൾക്കാര് മറ്റേ. പക്ഷെ കണ്ടന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ അടിയും കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? പിന്നെ അതായത് പ്രാങ്ക് ചെയ്യും ഇങ്ങനെ. പക്ഷെ അതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിരിക്കും ചിലപ്പോ. ഇല്ലെന്ന് മറ്റേ റോഡിന്റെ ഒക്കെ നടുക്കെ കൂടെ പോയിട്ട് പ്രാങ്ക് ചെയ്യില്ല. മറ്റേ പണ്ട് സായിപ്പ്മാരൊക്കെ ചെയ്യുന്ന പരിപാടി അത് തന്നെ. അതൊന്നും അല്ലാതെ ആൻഡ് ഫൈനലി ഞാൻ എന്താ പറയാ, ആ കൂടെ ഞാൻ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു കുറച്ച് കേട്ടത് എന്താണെന്നറിയോ? കണ്ടത് ഒരു കളക്ടർ, എനിക്ക് തോന്നുന്നു ഈ മറ്റിപ്പോ സമാധിക്കാരോ ആയില്ലേ,
ഒരു സ്വാമി എന്തോ അതിനുവേണ്ടി ഒരു കളക്ടർ വന്നപ്പോ ആ കളക്ടർ അല്ല സുന്ദരനാണ്. കുറെ ഫാൻസ് ആയി നല്ലൊരു കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് തട്ടത്തെ പറയുന്ന വീഡിയോ ഒക്കെ വേറെ ഒരെണ്ണം കണ്ടായിരുന്നോ മറ്റേ ഏതൊരു മറ്റൊരു ഒരു വലിയൊരു പരിപാടിക്ക് ഒരു പെൺകൊച്ച്. പക്ഷെ അത് ആക്ച്വലി ഒരു ട്രാജഡിയാ. നമ്മുടെ മഹാകുംഭില് ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടീനെ ഏതൊരു യൂട്യൂബർ വീഡിയോ എടുത്തു. ആ കണ്ണൊക്കെ പൂച്ചക്കണ്ണ് പോലത്തെ സുന്ദരിയായിട്ടുള്ള കുട്ടിയൊക്കെയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പൊ ഭയങ്കര ഹറാസ്മെന്റ്. അവിടെ പോയി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ പോയി വീഡിയോ എടുത്ത് അതിനെ ഹറാസ് ചെയ്ത് ആ കുട്ടിയുടെ ഗതി എന്താവെന്ന് കണ്ടറിയാം. സത്യം അതിനുള്ള ഫ്രീഡം പോയില്ലേ? അതിനുള്ള ഫ്രീഡം മാത്രം പോയി. ഇനി കുറെ ഹറാസ്മെന്റ് ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആരൊക്കെ യൂട്ടിലൈസ് ചെയ്യുമെന്നും അറിയില്ലല്ലോ. അതെ, പേടിപ്പിച്ചു വെക്കോ അല്ലെങ്കിൽ ഇനി ഹൂ നോസ്. സോ തോട്ട്സ് ഷെയർ ചെയ്താണ്. ഇറ്റ്സ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നല്ലത് ഇനിയെങ്കിലും സംഭവിക്കട്ടെ. ഇപ്പം 1 മാസം 1.5 മാസം അല്ല 1 മാസം ആയിട്ടില്ല, എന്നിട്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും പന്തൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങൾ സംസാരിക്കും. സോ ഇത്തവണ നമ്മൾ ഞങ്ങളുടെ കുറെ ഈ നടന്ന കുറെ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാനാണ്. നിങ്ങളും നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ്സ്. ആൻഡ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, നിങ്ങള് മാക്സിമം കോണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഏറ്റവും പാട് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് ഗോസിപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ്. അത് ഭയങ്കര പാടാണ്. ടെംപ്റ്റേഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട്. പക്ഷെ പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ഇറ്റ്. ജസ്റ്റ് ട്രൈ ടു സീ പോസിറ്റീവ് കണ്ടന്റ് സോ ദാറ്റ് പോസിറ്റീവ് തിങ് വിൽ ഹാപ്പൻ ഇൻ വൈസ്. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എല്ലാത്തിനും ഒരു എനർജി ഉണ്ട്. നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് അട്രാക്ട് ആവുള്ളൂ. നമ്മുടെ മൈൻഡിലേക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ അതുപോലെ തന്നെ എന്ത് ഇതുപോലത്തെ നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബോദർ യു. ഐ മീൻ നമ്മളെ എന്ത് നടന്നാലും നമ്മളെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബോദർ ചെയ്യായിരിക്കും, ഡിസ്റ്റർബ് ചെയ്യായിരിക്കും, പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. അത് അതിന്റെ രീതിയിൽ നടന്നോളൂ. നല്ല കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. സോ അതിലേക്ക് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കണ്ടന്റും പോസിറ്റീവ് തോട്ട്സും ആയിട്ട് പാടാണ്. ഇന്നത്തെ സൊസൈറ്റിയിൽ ഭയങ്കര പാടാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തില് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര വ്യത്യാസം കാണും. അങ്ങനത്തെ ഒരു തംബ്നെയിലോ ക്ലിക്ക് ബൈറ്റോ ന്യൂസിലെ ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര പാടാണത്. ബട്ട് ബി അവെയർ ഓഫ് ഓൾ ദി ന്യൂസ്. പക്ഷെ ഇതിലേക്കൊന്നും നിങ്ങൾ കൂടുതൽ ഇറങ്ങി ചെല്ലാതെ ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ചേഞ്ച് വരും. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നല്ല ദൂരെയുള്ള യാത്രയുണ്ട്. ആൻഡ് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് നല്ല ഫുഡ് കുറെ കഴിക്കാനുണ്ട്. അതിന്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. ഷട്ടിൽ ബാക്കിലുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും പ്രിപ്പയർ ആയിട്ട് പോകുന്നത്. എക്സസൈസ് പ്ലസ് ഫുഡ് കഴിക്കുന്നു കളയുന്നു. ഓക്കെ, സോ കാറിനകത്ത് എടുക്കുന്ന ഒരു ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിങ്ങനെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ആണെങ്കിൽ ഇനി നമ്മൾ ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകുമ്പോ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. സോ അടുത്ത ഒരു വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.